ശബരിമലയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രൂഷ്യലായ പരിശോധന ഇന്ന് നടത്തുന്നതാണ് വരുന്ന വാർത്തകൾ. നമുക്ക് അന്വേഷണ സംഘത്തിന് ശബരിമല 1998 വിജയമല്യ സ്വർണം പൊതിഞ്ഞ് സ്ഥാപിച്ച ചെമ്പുപാളികൾ തന്നെയാണോ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി ഘടിപ്പിച്ചത് തന്നെയാണോ എന്ന് SIT പരിശോധിക്കും. സ്വർണം പൊതിഞ്ഞ പാളികളെ മറിച്ച് വിറ്റിരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന 2019 അല്ലെങ്കിൽ ശബരിമല വിജയമല്യ സ്വർണം പൊതിഞ്ഞ് വെച്ച അതേ സാധനം തന്നെയാണോ വെളിയിൽ കൊണ്ടുപോയ ശേഷം തിരിച്ചു കൊണ്ട് വച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്ന SITക്ക് 2019 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയപ്പം സ്മാർട്ട് ക്രിയേഷൻ പറഞ്ഞത് 40 വർഷം ഇതിന് മാറ്റിനൊന്നും ഒരു പ്രശ്നം വരില്ല എന്നാണ് പറഞ്ഞത്. 98 വിജയമല്യ സ്വർണം പൊതിഞ്ഞത് പിന്നീട് അതിൻ്റെ അകത്ത് സ്വർണം പൊതിയേണ്ട ആവശ്യമില്ല, കാലാകാലങ്ങളോളം സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കും എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ മാറ്റു കുറയുന്നു. അവിടെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും അവിടുത്തെ സ്റ്റാഫിനും നോക്കുമ്പം അവർ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോൾ മാറ്റു കുറവാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ദ്വാരപാല ശില്പം ഉൾപ്പെടെയുള്ള ശബരിമലയിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 5 വർഷം പൂർത്തിയാക്കിയപ്പോൾ 2019 ദ്വാരപാല ശില്പത്തിൽ പൂശിയത് 40 വർഷം അത് നിലനിൽക്കുമെന്ന് പറഞ്ഞത് 5 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റുപോയി എന്നാണ് കണ്ടെത്തിയത്. ഏതായാലും സെപ്റ്റംബർ 25 ഓണപൂജയ്ക്ക് ശേഷം നടയടച്ചപ്പം ദ്വാരപാലക ശില്പവും വീണ്ടും ഇളക്കി ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ മാസം സെപ്റ്റംബർ 25 കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 25 പൂജാ സമയത്ത് നട തുറന്നപ്പോൾ തിരികെ കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ കണ്ടു. ശബരിമല എന്തായാലും മകരവിളക്ക് ജനുവരി 14 അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നട അടച്ചു കഴിയുമ്പോൾ SIT ശബരിമലയിൽ ഇത് പരിശോധിക്കും, ശാസ്ത്രീയമായിട്ട് അത് പരിശോധിക്കും. അവിടെ നിന്ന് തീർച്ചയായിട്ടും 1 സെൻറ്റിമീറ്റർ അളവിൽ സ്വർണം ഇളക്കി മാറ്റി അത് പരിശോധിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ ഇളക്കി അതിൻ്റെ മാറ്റിന് കുറവുണ്ടോ, അത് തനി സ്വർണമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരു സ്ഥലത്തുനിന്ന് മാറ്റുമെന്നാണ് കേൾക്കുന്നത്. 2-3 സ്ഥലത്തുനിന്ന് എടുക്കേണ്ടി വരും 1 സെൻറ്റിമീറ്റർ വീതം. എങ്കിലേ നമുക്ക് പൂർണ്ണമായും അത് പൂർണ്ണമായിട്ടും എല്ലാ സ്ഥലത്തും മാറ്റമുണ്ടോ, ഒരേ മാറ്റാണോ, പല വിധത്തിലുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ SIT തീരുമാനിക്കും. ഏതായാലും ഇന്നോ നാളെയോ അവിടെ വാസുവിനെ പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കും. ചൊവ്വാഴ്ച വരെ ജയശ്രീയെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. അതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ജയശ്രീയെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇനി പത്മകുമാറിനെ ചോദ്യം ചെയ്യണം. പത്മകുമാറിനെ ചോദ്യം ചെയ്യേണ്ടത് ജയശ്രീയുടെയും അതോടൊപ്പം തന്നെ വാസുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അവരെ കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ പത്മകുമാറിനെ വിളിച്ചു വരുത്തി പത്മകുമാറിനെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകേണ്ടിയും ഇരിക്കുന്നു. ഏതായാലും അന്വേഷണത്തിൽ ഒരു പര്യവസാനം ഈ 2019 കോടതി നിർദ്ദേശിച്ച സമയത്തുള്ള തട്ടിപ്പും വെട്ടിപ്പും അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാനാണ് യഥാർത്ഥത്തിൽ SIT ശ്രമിക്കുന്നത്. അതിനുശേഷം 1998 മുതലുള്ള സ്വർണത്തിൻ്റെ പതിപ്പും അതിൻ്റെ പൊതിയലും ഒക്കെ പറ്റി അതിലെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ വീണ്ടും ഒരു FIRൻ്റെ കീഴിൽ അന്വേഷണം നടത്തും എന്നാണ് ഞാൻ കരുതുന്നത്.